ഹായ് ഓൾ, നിങ്ങളെല്ലാവരും യുനെസ്കോ എന്ന് കേട്ടിട്ടുണ്ടാകും. യുണൈറ്റഡ് നേഷൻസ് എഡ്യൂക്കേഷണൽ, സയന്റിഫിക് ആൻഡ് കൾച്ചറൽ ഓർഗനൈസേഷൻ. 1945 ഐക്യരാഷ്ട്ര സഭയുടെ അഥവാ യുണൈറ്റഡ് നേഷൻസിന്റെ ഒരു സ്പെഷ്യലൈസ്ഡ് ഏജൻസിയായി ആരംഭിച്ച ഒരു സംഘടനയാണ് യുനെസ്കോ. യുനെസ്കോയുടെ ആസ്ഥാനം വരുന്നത് പാരീസിലാണ്. ഈ യുനെസ്കോയാണ് ലോകമെമ്പാടും വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ അഥവാ ലോക പൈതൃക കേന്ദ്രങ്ങളെ പ്രഖ്യാപിക്കുന്നത്. ഇവർ ഇന്ത്യയിലും 44ഓളം വേൾഡ് ഹെറിറ്റേജ് സൈറ്റുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതിൽ 36 കൾച്ചറൽ സൈറ്റുകളാണ്, 7 നാച്ചുറൽ സൈറ്റുകളാണ്. ഇന്ത്യയിൽ ആകെയുള്ള ഒരേ ഒരു മിക്സഡ് സൈറ്റ്, അതായത് കൾച്ചറൽ പ്ലസ് നാച്ചുറൽ വാല്യൂ വരുന്ന ഒരേ ഒരു സൈറ്റ് എന്ന് പറയുന്നത് സിക്കിമിലെ കാഞ്ചൻജംഗയാണ്. അപ്പോൾ ഈ ലിസ്റ്റിലേക്ക് ഏറ്റവും ഒടുവിൽ ആഡ് ചെയ്യപ്പെട്ട 44ാമത്തെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റാണ് മറാത്ത മിലിറ്ററി ലാൻഡ്സ്കേപ്പ് ഇൻ ഇന്ത്യ. അതായത് 17ാം നൂറ്റാണ്ട് മുതൽ 19ാം നൂറ്റാണ്ട് വരെ ഇന്ത്യയിൽ അതിശക്തരായിരുന്ന ഛത്രപതി ശിവാജി മഹാരാജ ആരംഭിച്ച മറാത്ത സാമ്രാജ്യം ഇന്ത്യയിൽ പണിത 12 കോട്ടകളാണ് ഈ ലിസ്റ്റിൽ വരുന്നത്. ഇതിൽ 11 മഹാരാഷ്ട്രയിലാണ്. മഹാരാഷ്ട്രയിലെ പ്രധാനപ്പെട്ട ചില കോട്ടകളാണ് ശിവനേരി, സിന്ധുഗർ, റായ്ഗഡ് തുടങ്ങിയവ. ഇതിൽ 12ാമത്തെ കോട്ട വരുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിലെ ജിഞ്ചി ഫോർട്ടാണ് ഈ ലിസ്റ്റിൽ ഉൾപ്പെടുന്ന 12ാമത്തെ കോട്ട. സാക്ഷാൽ ശിവജി മഹാരാജ് തന്നെ കീഴ്പ്പെടുത്താൻ ഏറ്റവും ബുദ്ധിമുട്ടെന്ന് പറഞ്ഞ ട്രോയ് ഓഫ് ദ ഈസ്റ്റ് എന്നറിയപ്പെടുന്ന ഈ ജിഞ്ചി ഫോർട്ട് കുറെ കാലം മറാത്താസിന്റെ കീഴിലായിരുന്നു. അങ്ങനെയാണെങ്കിൽ ഈ 12 കോട്ടകളിൽ ഏതായിരുന്നു മറാത്ത സാമ്രാജ്യത്തിന്റെ തലസ്ഥാനമെന്ന് നിങ്ങൾ പറയുക.